ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഞാന് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അതിനു മുന്നേ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാനായിട്ട് ഒരു ഫുഡ് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഫുഡിന്റെ പേരാണ് മാഷ്ഡ് കസാവ വിത്ത് സ്പൈസി കോക്കനട്ട്. നോക്ക്, മാഷ്ഡ് കസാവ വിത്ത് സ്പൈസി കോക്കനട്ട് ആണ് ഇത്. ഫേമസ് ആയിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡാണ് കേട്ടോ ഇത്. സൗത്ത് ഇന്ത്യയിലുള്ള ആളുകൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആലോചിക്കുവായിരുന്നേ, നമ്മുടെ നാട്ടില് പൊതുവെ ആളുകള് പെൺകുട്ടികളോടാണ് പ്രത്യേകിച്ച് ചോദിക്കാറുള്ളത്, നിങ്ങൾക്ക് കുക്കിംഗ് അറിയാവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുവായിരുന്നു, ഞാൻ ഈ ജർമ്മനി വന്നു കഴിഞ്ഞിട്ടാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. നാട്ടിൽ വെച്ച് എനിക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. നീ ഒരു പെൺകുട്ടിയാണ്, കുക്കിംഗ് അറിഞ്ഞിരിക്കണം എന്ന് എന്റെ പേരൻസ് എന്നോട് പറഞ്ഞിട്ടുമില്ല, അവർ പഠിപ്പിച്ചിട്ടുമില്ല. എനിക്ക് അതിനകത്തൊരു അന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കിട്ടുമ്പം അതിനോടൊരു താല്പര്യം തോന്നിയിട്ടുമില്ല. ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ പോയി സാധനം മേടിച്ചോണ്ട് വരും, വല്ല മരത്തിന്റെ മുകളിൽ കറിവേപ്പിലേക്ക് നിൽക്കുകയാണെങ്കിൽ അത് പറിച്ചോണ്ട് വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്നോട് ചെയ്യാനായിട്ട് പേരൻസ് പറഞ്ഞിട്ടുള്ളത്. പണ്ടത്തെ കാലത്തെ ഈ ആണുങ്ങൾ അടുക്കളയിൽ കയറാൻ പാടില്ല എന്നൊക്കെയുള്ള നിയമമൊക്കെ എൻ്റെ ഡാഡിയുടെ വീട്ടിലും ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിലും എൻ്റെ ഡാഡിക്ക് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി തരണം എന്നാണ് എപ്പോഴും ഡാഡിയുടെ മനസ്സിൽ. അപ്പൊ ഡാഡി എനിക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. പിന്നെ മമ്മിക്ക് നല്ല കൈപ്പുണ്യമാണ്. അപ്പൊ പിന്നെ ഞാൻ കുക്കിംഗ് പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്ന പോലെ നമ്മള് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഡൂയിങ് തിങ്സ് എന്ന രീതിയിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ചെയ്യേണ്ട ഒരു അത്യാവശ്യം വന്നത്. അങ്ങനെ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഈ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പൊതുവേ കുക്കിങ്ങും ഭയങ്കര ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ നമുക്കതിനകത്ത് താല്പര്യമുള്ളവർ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ നടത്തും, നല്ല നല്ല ഫുഡ് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യും. എനിക്കാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല, കൂട്ടുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ വെച്ച് എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന മുട്ട പൊരിക്കാൻ മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഫ്രണ്ട്സിനൊക്കെ പലതരത്തിലുള്ള നമ്മുടെ ഇന്ത്യൻ ഡിഷസ് ആണെങ്കിൽ പോലും പലതരത്തിലുള്ള കട്ട്ലേറ്റും പായസവും ഒക്കെ അവർക്ക് വീട്ടിൽ കൊണ്ടേ കൊടുക്കും. ഞാൻ ഓരോ തവണ അവരെ വിസിറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേ കൊടുക്കും. അപ്പം ശരിക്കും ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിൽ ഞാനൊരു ആസ്ഥാന കുക്കാണ് ഇവിടെ. അപ്പൊ കുക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് നമ്മൾ നേരത്തെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമോ അഭ്യസിച്ച് വെക്കേണ്ട ഒരു കാര്യമോ ഒന്നുമല്ല. അത് തനിയെ വരും. ചില ആളുകള് അത് ചെയ്യാനായിട്ട് താല്പര്യപ്പെടാറില്ല. അത് അവർക്ക് അത്യാവശ്യം കഴിക്കേണ്ട എന്തേലും അതിനു വേണ്ടിയിട്ട് അവര് ഉണ്ടാക്കും. അല്ലാതെ താല്പര്യമുള്ളവര് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് നമ്മുടെ ലൈഫിൽ വന്നു ചേരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കുക്കിംഗ് അറിയില്ല എന്ന് പറയാനോ അല്ലെങ്കിൽ കുക്കിംഗ് അറിയാവോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനോ ആരും ആരോടും ചോദിക്കേണ്ട ഒരു കാര്യം തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ?